എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ പാലോ പഞ്ചസാരയോ കസ്റ്റാർഡ് പൗഡറോ കോൺഫ്ലോറോ ക്രീമോ ഒന്നും ചേർക്കുന്നില്ല. വളരെ ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ പുഡിങ് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ 2 മാങ്ങാപ്പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത മധുരമുള്ള മാങ്ങാപ്പഴം എടുക്കുക. ഇനി ഈ മാങ്ങാപ്പഴം തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറുതായൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ 2 കപ്പ് തേങ്ങയാണ് എടുക്കുന്നത്. തേങ്ങയും നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കുക. ഫ്രീസറിൽ വെച്ച് തേങ്ങയാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. ഇനി ഇതിലോട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ല പോലെ ഇതിൽ നിന്നും പാൽ പിഴിഞ്ഞെടുക്കാം. നിങ്ങളെടുക്കുന്ന പുഡിംഗ് ട്രേയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ മിക്സിയിൽ നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലൂടെ നമുക്ക് നല്ല പോലെ പ്രസ് ചെയ്ത് തേങ്ങാപ്പാൽ മുഴുവനും പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാൽ മുഴുവനും ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊരു കപ്പിലോട്ടൊന്ന് മാറ്റുന്നുണ്ട്. നമുക്ക് മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഹണിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിൽ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഓർഗാനിക് ആയിട്ടുള്ള പ്യുവറായിട്ടുള്ള ഹണി തന്നെ ചേർത്ത് കൊടുക്കുക. അതിലോട്ട് ഫ്ലേവറിന് വേണ്ടി 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല പോലെ എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 5-8 പീസ് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വൈറ്റ് ബ്രെഡിന് പകരം ബ്രൗൺ ബ്രെഡും എടുക്കാവുന്നതാണ്. സൈഡ് കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ വീഡിയോയ്ക്ക് എടുക്കുന്നതുകൊണ്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തതേ ഉള്ളൂ. അത് നിങ്ങൾ ഏത് പുഡിംഗ് ട്രേയിലാണോ ഉണ്ടാക്കുന്നത് അതിലോട്ട് ഒരു ലെയർ വെച്ച് നമുക്കൊന്ന് ലെയർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു പീസ് ബ്രെഡ് വെച്ച് നല്ലപോലെ ഒന്ന് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ബ്രെഡ് നല്ല പോലെ ഒന്ന് നനഞ്ഞു വരുന്നത് വരെ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല പോലെ ഒന്ന് സോക്കായിട്ടുണ്ട്. ഇനി അതിന് മുകളിലോട്ട് നമുക്ക് മാങ്ങാപ്പഴത്തിൻ്റെ കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. നല്ല പോലെ മാങ്ങാപ്പഴം ഒന്ന് ലെയർ ചെയ്തെടുക്കണം. നമ്മളിതിൽ പാലോ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല. ഇനി അതിന് മുകളിലോട്ട് ഞാൻ കുറച്ച് ബദാം ഒന്ന് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ നട്ട്സോ ഇതിന് മുകളിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിന് മുകളിലോട്ട് വീണ്ടും ഞാൻ ഒരു ലെയർ ബ്രെഡ് പീസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ലെയറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലോട്ട് വീണ്ടും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല പോലെ തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കണം. ആ താഴെ വെച്ചിരിക്കുന്ന മാങ്ങാപ്പഴത്തിലോട്ടും കൂടി തേങ്ങാപ്പാലാകാൻ പാകത്തിന് നല്ല പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിന് മുകളിലോട്ട് വീണ്ടും മാങ്ങാപ്പഴത്തിൻ്റെ മിക്സ് തന്നെ ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത മാങ്ങാപ്പഴമാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പുഡിങ് കഴിക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ നട്ട്സോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ചൊന്ന് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് 1-2 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഒത്തിരി സമയം അങ്ങ് വെച്ച് തണുപ്പിച്ചെടുക്കണ്ട, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോകും. 1-2 മണിക്കൂർ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും. ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റുമാണ്. എല്ലാവരും തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി പുഡിങ്ങാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക്